ഇവിടെ നടക്കുന്ന പദ്ധതി ആ, നമ്മളുടെ ജീവിതത്തെ കൂടി മാറ്റിമറിക്കുന്നതാണ്. ആ, ഉം, നമ്മൾ ഓരോരുത്തരും ലൈഫിലെ തുടർന്നതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് ഇപ്പോൾ ആ, അവർ ഉം. ആ പദ്ധതിയെ മനസ്സുകൊണ്ട് അംഗീകരിക്കും. അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത്. അതെ അതെ തുടക്കത്തിൽ ലളിതമായി പറയും, ലളിതമായി അതെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അതെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം അവർക്ക് ഉം. മനസ്സിലായി. കാരണം ഇത് ഈ വരുന്നതൊക്കെ നമ്മുടെ സമ്പത്തിന്റെയും കൂടെ ഭാഗമായി വരുന്നതാണ്, അല്ലെങ്കിൽ അതെ കേരളത്തിന്റെ അതെ പൊതുസമ്പത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതെ ഏതെങ്കിലും അതെ രൂപത്തിൽ നമ്മുടെ കൈകളിലേക്കൊക്കെ എത്തുന്ന ഒന്നാണെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുമല്ലോ. അതെ. അപ്പൊ ഇവിടെ വരുന്ന സമ്പത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള തുറമുഖത്തിന്റെ വരുമാനം എന്നുള്ളത് തന്നെ 500 കോടിയിലേറെയാണ്. അതിൽ ഏകദേശം 100 കോടി രൂപ നമുക്ക് നികുതി ഇനത്തിൽ മാത്രമായിട്ട് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം ഒറ്റ വർഷത്തിൻ്റെയാണ് ഞാനീ പറയുന്നത്. അപ്പം ഇനി വരും വർഷങ്ങളിൽ ഇതിങ്ങനെ എക്സ്പൊണൻഷ്യലി കൂടുകയാണ് ചെയ്യുക. നമ്മൾ ഈ നിലയിൽ മാത്രം പ്രവർത്തിച്ചാൽ തന്നെ, ഇത് കൂടാതെ ഈ പറഞ്ഞ ബാക്കിയുള്ള മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത്രയും അത് കൂടും. അത് മാത്രമല്ല, ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ അടുത്ത ഘട്ടത്തിൽ ഈ രണ്ടാം ഘട്ട നിർമ്മാണം നമ്മൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ 3 വർഷത്തിനുള്ളിൽ നമ്മൾ 15,000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപമാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക് ഒഴുകി വരുന്നത്. ആദ്യഘട്ടം നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ചത് ഏകദേശം 8,800 കോടി രൂപയാണ്. അപ്പോൾ 8,000 കോടിയിലേറെ രൂപ ചെലവഴിച്ചതിൽ 5,500 കോടി രൂപ കേരള സംസ്ഥാന സർക്കാരാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത്, ഇതിൽ ചെലവിട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയധികം ഒരു സംസ്ഥാന സർക്കാർ ഈ തുറമുഖ മേഖലയിൽ നിക്ഷേപം കൊണ്ടുവരുന്നത് തന്നെ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ചരിത്രത്തിൽ. പക്ഷേ ഇനി രണ്ടാം ഘട്ടത്തിൽ ഈ പറഞ്ഞ 3 വർഷത്തിനുള്ളിൽ 15,000 കോടി രൂപ സ്വകാര്യ നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അത് എത്രമാത്രമാണ് കേരളത്തിൻ്റെ ഒരു നിക്ഷേപക അന്തരീക്ഷത്തെ മാറ്റിമറിക്കുന്നത് എന്നാലോചിക്കുക. അപ്പോൾ കേരളത്തിൽ ആരും കൊണ്ടുവന്ന് പൈസ ഇടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പണ്ടത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അതെ, അപ്പോൾ അതെല്ലാം മാറി എത്രമാത്രം ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണ് നമ്മൾ, നിക്ഷേപക സൗഹൃദമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് കേരളത്തിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു എടുത്തുകാട്ടാണ്. അപ്പോൾ അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയും തീർച്ചയായിട്ടും മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഏതൊക്കെ മേഖലകളിലാണ് പ്രാദേശികമായി ഇതുമൂലം വികസനം ഉണ്ടാകും എന്ന് പാടക്കരയുന്നത്? എൻകോർസിസ് മേഖല, വെയർ ഹൗസിംഗ് മേഖല, ഇങ്ങനെ ശക്തിപ്പെടാവുന്ന തിരുവനന്തപുരത്തിന്റെ പല സ്ഥലങ്ങളും ഉപയോഗപ്രദമാക്കാൻ കഴിയുന്ന ഒന്നാണല്ലോ വിഴിഞ്ഞം. കാരണം നാളുകളിൽ കൂടുതൽ സ്ഥലം ആവശ്യകത വേണ്ടി വരും. ഏതൊക്കെ മേഖലയായിരിക്കും ഇതുമൂലം പെട്ടെന്ന് എമർജി വരാൻ കഴിയുന്ന മേഖലകൾ? നമ്മൾ ഈ തുറമുഖ അധിഷ്ഠിത വികസനം എന്ന് പറയുമ്പോൾ 3 നിലയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഒന്ന്, പ്രത്യക്ഷമായിട്ട് തുറമുഖവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള തൊഴിൽ സാധ്യതകൾ. അത് ഇപ്പോൾ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒന്നിപ്പോൾ തുറമുഖ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന നമ്മുടെ തൊഴിലാളികളുടെ, ഇവിടെ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ, ഇപ്പം നമ്മൾ ഇന്നിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവനക്കാരുടെ നോക്കിയാൽ 70% മലയാളികളാണ് ഇന്നിവിടെ ജോലി ചെയ്യുന്നത്. അതിലും ഏകദേശം 40% പേര് വിഴിഞ്ഞം പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ളവരാണ്. 50% പേര് തിരുവനന്തപുരം ജില്ലക്കാരാണ്. അപ്പോൾ ഒരു 30-35% വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ചുറ്റുമുള്ള ഒരു 5 കിലോമീറ്റർ റേഡിയസ് എടുത്താൽ അതിൻ്റെ ഉള്ളിൽ ഉള്ളവരാണ്. അപ്പോൾ അതിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും അധികം ഒരു എന്താ പറയുക, അഭിമാനം തോന്നിയിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത്, ശരിക്കും ഓരോ തവണ ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പടുകൂറ്റൻ ക്രെയിനുകളുണ്ടല്ലോ, ഈ ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ കെട്ടിടത്തിനുള്ളിൽ ഇരിക്കുന്ന കുറച്ച് മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടും വനിതകൾ ക്രെയിൻ ഓപ്പറേറ്റർമാരാകുന്ന തുറമുഖം നമ്മുടെ വിഴിഞ്ഞം തുറമുഖമാണ് എന്നുള്ളത് വ്യക്തിപരമായി എനിക്ക് ഒരു പക്ഷേ എന്നും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു സംഭവമായിരിക്കും. നമ്മൾ ഈ സർവീസിലെ മറക്കാനാകാത്ത അനുഭവങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു നിമിഷമായിരിക്കും എനിക്കത്. കാരണം അത്തരത്തിലുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ലക്ഷ്യങ്ങളുടെയോ അല്ലെങ്കിൽ തുകയുടെയോ കണക്കുകളുടെയോ നിരക്കുകളുടെയോ ഒന്നും കൂട്ടത്തിൽ വരുന്ന മാറ്റമല്ല ആ മാറ്റം എന്ന് പറയുന്നത്. കാരണം മാരിടൈം മേഖല എന്ന് പറയുന്നത് തന്നെ വളരെയധികം പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു മേഖലയാണ് ഇന്നും. അത് കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ നല്ല, ലോകത്തിൽ മൊത്തം ശരിക്കും അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഒരുപാട് അങ്ങനെയാണ്. അപ്പം ഇവിടെ ഇടയ്ക്ക് നമ്മുടെ തുറമുഖം സന്ദർശിക്കാനായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഡെലിഗേഷൻസ് വരാറുണ്ട് ചിലപ്പോൾ. അപ്പം അങ്ങനെ EU-ൽ നിന്നും വന്ന ഒരു ഡെലിഗേഷൻ ഉണ്ടായിരുന്നു.
ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ 17 അവരുടെ രാജ്യങ്ങളിൽ നിന്നുള്ള കുറച്ച് മന്ത്രിമാരും അംബാസഡർമാരും ഒക്കെ ഉള്ള ഒരു വളരെ വിശിഷ്ടമായ ഡെലിഗേഷനായിരുന്നു. അപ്പോൾ അവർ വന്നതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം അതായിരുന്നു. ഒന്ന്, നമ്മളെല്ലാവരും വിചാരിക്കുന്ന പൊതുവെ ഈ യൂറോപ്യൻ രാജ്യങ്ങളെ പോലെയൊക്കെ നമ്മൾ വികസിത രാജ്യമാകണമെന്നാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. നമ്മുടെ മനസ്ഥിതി അങ്ങനെയാണല്ലോ പൊതുവെ. പക്ഷെ അവരിങ്ങോട്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് നേരെ തിരിച്ചാണ്. നിങ്ങളുടെ തുറമുഖം പോലെ ഞങ്ങളുടെ നാട്ടിലൊരു തുറമുഖം ഉണ്ടാവണം എന്നാണ് ഞങ്ങൾക്ക് അങ്ങനെ വന്നപ്പോൾ കാലം മാറി എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഒരു തിരിച്ചറിവായിരുന്നു. അതാ വീഡിയോകളെ കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് അദ്ദേഹം പറഞ്ഞ യുഎന്റെ മിനിസ്റ്റർ അന്ന് ഈ ഇവിടെ വന്ന് സന്ദർശിച്ചതിന് ശേഷം നമ്മുടെ ബ്ലൂ ഇക്കോണമി കോൺക്ലേവിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം അതായിരുന്നു. ഒന്ന്, നിങ്ങൾ ഇതിൻ്റെ തലപ്പത്ത് ഒരു വനിതയാണ് എന്നുള്ളതും, രണ്ട്, വനിതകൾ ഇവിടെ ക്രെയിൻ ഓപ്പറേറ്റർമാരായി ഈ മേഖലയിൽ ഇത്രയധികം വനിതകളുടെ സാന്നിധ്യം നിങ്ങൾ ഉറപ്പുവരുത്തി എന്നുള്ളതും ഒരു വലിയ ഗെയിം ചേഞ്ചർ ആണ് എന്നുള്ളത്. അപ്പം അത് ആ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്നുള്ളതുണ്ടല്ലോ. അപ്പം നമ്മുടെ വികസനം എന്ന് നമ്മൾ പറയുന്നതും ഈ പറയുന്ന വളരെ ഡ്രൈ ആയിട്ടുള്ള വളരെ വരണ്ട സംഖ്യകളുടെയും തുകയുടെയും മാത്രം വികസനമല്ല, ലക്ഷ്യങ്ങളുടെയും സംഖ്യകളുടെയും മാത്രമുള്ളൊരു വികസനമല്ല നമ്മൾ വികസനമായി കാണുന്നത്. അത് സാമൂഹികമായിട്ട് എങ്ങനെയാണ് ഒരു പരിവർത്തനത്തിന്, ഒരു നല്ല മാറ്റത്തിന് എങ്ങനെയാണ് തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നതെന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഒരു 2.5 വർഷം ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ അതിൽ ഓരോ പടിയിലും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിവിടെ തുറമുഖം ശരിക്കും വാണിജ്യ അടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നതിന് മുൻപ്, അത് ഞാൻ പറഞ്ഞില്ലേ ഡിസംബറിലായിരുന്നു, അതിന് മുൻപ് തന്നെ വിസിലും ഏസാപ്പും AVPPL അദാനി ഗ്രൂപ്പും കൂടെ ചേർന്ന് നമ്മളിവിടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നിർമ്മിച്ചു. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് നിർമ്മിച്ചു എന്ന് മാത്രമല്ല, അവിടെ നമ്മൾ പരിശീലനം അപ്പം തന്നെ ആരംഭിച്ച് നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പരിശീലനം ലഭിച്ച വ്യക്തികളാണ് ഇവിടെ ഇത്രയും സങ്കീർണമായിട്ടുള്ള ഓരോരോ പ്രവൃത്തികളും ചെയ്യുന്നതും ഓരോ ചുമതലയും നിർവഹിക്കുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് എന്നുള്ളത് ഈ പ്രദേശവാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു നിരക്കിലാണ് അവർക്ക് അവിടെ അഡ്മിഷൻ നൽകുന്നത്. അപ്പം അവിടെ പഠിച്ചു വരുന്ന എല്ലാവർക്കും നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൽ തന്നെ ജോലി കൊടുക്കാൻ സാധിക്കണം എന്നില്ല. കാരണം ഓരോ ബാച്ച് എന്ന് പറയുന്നത് ചില കോഴ്സുകൾ 3 മാസമായിരിക്കും, ചിലത് 6 മാസമായിരിക്കും. പക്ഷേ ഈ മാരിടൈം മേഖലയിൽ അവർക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ മാരിടൈം മേഖലയിൽ ലോകത്ത് എവിടെ പോയാലും അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. എവിടെ പോയാലും അവർ ദിൽ ബി എലിജിബിൾ ഫോർ എ സൂട്ടബിൾ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നിന്ന് ഇപ്പോഴും ഇന്ത്യയിലെ പല തുറമുഖങ്ങളിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല തുറമുഖങ്ങളിലും ഇങ്ങനെ ഉദ്യോഗാർത്ഥികളായി അല്ലെങ്കിൽ ജീവനക്കാരായി പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പം അത് വളരെ നിശബ്ദമായി നടക്കുന്ന ഒരു പരിവർത്തനം കൂടിയാണ്, ഒരു വിപ്ലവം കൂടിയാണ് അവിടെ നടക്കുന്ന പഠനം എന്തൊക്കെയാണ്. അതെ, ഇപ്പം മാരിടൈം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തൊഴിലവസരങ്ങൾ. അപ്പോൾ ഓരോ സമയത്തും ഓരോ രീതിയിലുള്ള കോഴ്സുകളായിരിക്കും അവിടെ നമ്മൾ കൊണ്ടുവരിക. ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം കപ്പൽ വരുമ്പോൾ കപ്പൽ എടുത്ത് കെട്ടുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. ഈ വലിയ കപ്പൽ വന്നാൽ അത് ഇത്രയും പടുകൂറ്റൻ കപ്പൽ നമ്മൾ പറയുമ്പോൾ 400 മീറ്ററൊക്കെ നീളമുള്ള കപ്പലുകളാണ് നമ്മളീ പറയുന്നത്. പക്ഷെ അതുപോലും നമുക്ക് ഈ അതിനെ ആങ്കർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് തന്നെ ഒരു പ്രത്യേക നൈപുണ്യമാണ്. അപ്പം ഇപ്പം ലാഷേഴ്സിനുള്ള ഒരു കോഴ്സാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്രെയിൻ ഓപ്പറേറ്റേഴ്സിനുള്ള കോഴ്സാണെങ്കിൽ അങ്ങനെ, ഈ പറയുന്ന യാർഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പം ഈ കണ്ടെയ്നറുകൾ വരുമ്പോൾ ഏത് കണ്ടെയ്നർ, ഏത് ക്രെയിൻ, ഏത് സ്ലോട്ടിലാണ് കൊണ്ട് വെക്കേണ്ടത് എന്നുള്ളത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ്. അപ്പം അത് നമ്മൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരെയുള്ള എല്ലാ സാങ്കേതിക വിദ്യയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഹൗസ് ആയിട്ട് അതും ഈ പറഞ്ഞ പോലെ മേളിലിരുന്ന് യാർഡ് മാനേജ്മെൻറ്റിന് വേണ്ടി അവിടെ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്ന കുറച്ച് നമ്മുടെ മിടുക്കരായ കുറച്ച് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നാവിഗേഷണൽ സർവേലൻസ് എന്നുള്ളത്, അപ്പോൾ കപ്പലുകൾ പുറം കടലിൽ നിന്നും ഉള്ളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്രക്രിയയുണ്ട്. അപ്പോൾ ആ പുറം കടലിൽ വരുമ്പോൾ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ, അവരുടെ വെയിറ്റിംഗ് ടൈം അധികമാവാതെ, ഇത് ടേൺ അറൗണ്ട് ടൈം എത്രയാണ് വരുന്നതെന്നൊക്കെയുള്ള അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ പഠിക്കാനും
ഇവിടെ പ്രവൃത്തികൾ ചെയ്യുവാനും ഒക്കെയുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അവിടെ മാരിടൈമിൻ്റെ മാത്രമല്ല, അല്ലാതെ സാധാരണഗതിയിലുള്ള ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. അപ്പം കാരണം അതും ആവശ്യമാണല്ലോ, നമ്മളൊരു തുറമുഖം സേവനം നടത്തുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും അവിടെ നമ്മൾ നടത്തുന്നുണ്ട്. അവിടെ നിന്നും പഠിച്ചു വരുന്ന ഈ പറയുന്ന പോലെ കുട്ടികൾക്ക് മറ്റ് തുറമുഖങ്ങളിലും നല്ല പ്ലേസ്മെൻറ്റ് ലഭിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ നിശബ്ദമായിട്ടുള്ള അത്തരത്തിലുള്ള വിപ്ലവങ്ങൾ ഇങ്ങനെ ഇതിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സപ്ലൈ ചെയിൻ, ലോജിസ്റ്റിക്സ്, വെയർഹൗസ് മാനേജ്മെന്റ്, ഇങ്ങനെ കോഴ്സുകൾ, പുതിയ കോഴ്സുകൾ വരികയാണ്. അധിഷ്ഠിത കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തിരുവനന്തപുരത്ത് ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെടുത്തിയായിരിക്കും അപ്പൊ നമുക്ക് ഇനി ഈ വെയർ ഹൗസുകൾ അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ വലിയ കമ്പനികൾ, ഇപ്പം ഉദാഹരണത്തിന് ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട്, അവരുടെയൊക്കെ വലിയ വലിയ വെയർ ഹൗസുകളൊക്കെ വരാനുള്ള സാധ്യതകൾ നാളെ ഇല്ല ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും കുറേയധികം കമ്പനികൾ നമ്മളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്, ഇന്ത്യയിൽ നിന്നുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ICDs വരണം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ടെയ്നർ യാർഡ്സ് വരണം, വെയർ ഹൗസിങ് വരണം, ഇതെല്ലാം നടക്കും. അതിൻ്റേതായിട്ടുള്ള അത് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള, അതായത് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ഊർവരമായിട്ടുള്ള ഒരു പ്രതലം നമുക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതേ പറ്റൂ, സ്വകാര്യ നിക്ഷേപത്തിനായിട്ട് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 3 കമ്പനികളുമായിട്ട്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി, ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പറഞ്ഞ ഉടനെ നമുക്ക് ആരംഭിക്കാൻ സാധിക്കുന്ന ഒന്ന് IOCL-ഉമായിട്ടുള്ള ബങ്കറിങ് സംവിധാനങ്ങളാണ്. ഇപ്പോൾ ബങ്കറിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വരുന്ന പടുകൂറ്റൻ കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വരുമാന മാർഗ്ഗമാണ്. ഒന്ന്, കപ്പൽ ഇന്ധനം എന്ന് പറയുന്നത് തന്നെ വളരെ വിലപിടിപ്പുള്ളൊരു സംഭവമാണ്. പിന്നെ ഇത്രയും വലിയ മദർഷിപ്സ് വരുമ്പോൾ അത്രയും അധികം നമുക്ക് ആ ഒരു സേവനം നൽകേണ്ടി വരും. അതുമാത്രമല്ല, തൊഴിലവസരങ്ങളുള്ള ഒരു മേഖല കൂടിയാണ്. പിന്നെ നാളെ ഇപ്പോൾ ഉപയോഗിക്കുന്ന കപ്പൽ ഇന്ധനത്തിൽ നിന്നും ഒരു പക്ഷേ നമുക്ക് ഗ്രീൻ ഫ്യൂവൽസിലേക്കും ഗ്രീൻ ഷിപ്പിങ്ങിലേക്കും മാറാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ അതും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ബങ്കറിങ് സർവീസസിന് ഇപ്പോൾ തന്നെ ആരംഭം കുറിക്കുന്നത്. അത് മറ്റ് ഈ പറയുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മറ്റ് ഇന്ധനങ്ങളും ആയിട്ട് എങ്ങനെയാണ് ഗ്രീൻ ഷിപ്പിംഗ് സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുക എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട്. IOCL-ഉമായിട്ട് ഏകദേശം 700 കോടി രൂപയുടെ, പിന്നെ CWC-യുമായിട്ട്, സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷനുമായിട്ട് ഈ പറഞ്ഞതുപോലെ വെയർ ഹൗസസും ICD-യും എല്ലാം ഒരു വലിയൊരു ലോജിസ്റ്റിക്സ് പാർക്കാണ് CWC-യുടെ ഉദ്ദേശിക്കുന്നത്. അവരുമായിട്ട് MOU സൈൻ ചെയ്ത് കഴിഞ്ഞു. ഒപ്പം കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായിട്ടും അത് ഈ പറയുന്ന ചരക്ക് ഗതാഗതം ഉറപ്പുവരുത്തുവാനായിട്ട് അവരുമായിട്ടും കണ്ടെയ്നർ യാർഡ്സും ഒക്കെ നിർമ്മിക്കാൻ അതും നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇത് 2000 കോടി രൂപയുടെ നിക്ഷേപമാണ് കൊണ്ടുവരുന്നത്. അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ പ്രവൃത്തികളും എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. അതിന് വേണ്ടുന്ന ഒരു കമ്പനിക്കുള്ള സ്ഥലം ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. മറ്റ് 2 കമ്പനികൾക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് പ്രക്രിയകൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ സ്ലോട്ടിൽ അങ്ങ് പോയിക്കോളും. അപ്പോൾ ഇതെല്ലാത്തിനും ഈ പറയുന്ന പോലെ സ്വകാര്യ നിക്ഷേപം വരുവാനായിട്ട് ഈ പറയുന്ന നമ്മുടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു സാന്നിധ്യം എന്നുള്ളതും ഒരു വലിയ ആകർഷകം ആണ്. കാരണം ഇന്ത്യയിൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ മേഖലയിൽ ഏറ്റവും അധികം പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അവരുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിൻ്റെ അനന്ത സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് ലോകത്തിനോട് വിളിച്ചു പറയുന്ന ഒരു പ്രതീകം കൂടിയായിട്ടാണ് നമ്മൾ കാണുന്നത്.